പൈസ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇവൻ അച്ചായൻ്റെ അമ്മയ്ക്ക് വയ്യാതായ സമയത്ത് തൊപ്പിയുടെ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തൊപ്പി ലൈവിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പുള്ളിയുടെ ബാങ്കിൻ്റെ എന്തോ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൊപ്പി ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അച്ചായന് പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ പിരിവിടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഞാൻ ആലോചിച്ചു അത്രയും ലെവലിൽ നിൽക്കുന്ന തൊപ്പിക്ക് അത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. ഇപ്പം ഞാനൊരു കാര്യം തുറന്നു പറയാം, ഇപ്പോഴും കൂടുതൽ ആൾക്കാർ ഒരു 90% ഈ പിള്ളേർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവന്മാർ പറയുന്നതിന് കുറേയൊക്കെ ശരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. എനിക്ക് എന്താണെന്നറിയാം തോന്നാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇവന്മാർ ഗൂഗിൾ ആഡ്സൻസ് കാണിച്ചു, ഈ യൂട്യൂബിൻ്റെ വരുമാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ അതെല്ലാം എ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മണ്ടന്മാരിരുന്നിട്ട് ആ ലൈവിലിരുന്ന് ഇടുക ഫേക്ക് എടാ മണ്ടന്മാരെ. യൂട്യൂബ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അവനത് കറക്റ്റ് യൂട്യൂബിൽ കൂടെ ഓപ്പൺ ചെയ്തിട്ട് എല്ലാം കാണിച്ചപ്പം അത് ഫേക്കാണെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചു എത്ര പൊട്ടന്മാരാണെന്നുള്ള രീതിയിലാണ്. എടാ അവന്മാർ ആ കാണിച്ചു തന്നതൊക്കെ ഗൂഗിളിൻ്റെ കാര്യങ്ങളും ഈ തൊപ്പിയുടെ അക്കൗണ്ടിലോട്ട് പൈസ പോയതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. നമ്മൾ ഈ പറയുന്ന യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ A to Z കാര്യങ്ങൾ അറിയാം ബ്രോ. നിങ്ങൾക്കതൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ച് ഇത്ര മണ്ടന്മാരായിരുന്നു എന്ന്. അപ്പോൾ ഇവന്മാർ ഓരോ പ്രൂഫ് കാണിക്കുമ്പോൾ ഫേക്കാണ് ആണെന്ന് നിങ്ങളുടെ തൊപ്പിയോടുള്ള സ്നേഹം കൊണ്ട് കാണിക്കാം. പക്ഷെ അവിടെ പെട്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ ആ സത്യമാണ്. കാരണം നാളെ നമുക്കൊരു അനുഭവം വരുമ്പോഴേ നമ്മളത് പഠിക്കത്തുള്ളൂ. ഓക്കെ, എന്തായാലും തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഇപ്പം തൊപ്പി എക്സ്പോസ് ആയെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അവനും എക്സ്പോസ് ആയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞത് വെച്ച് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ സംസാരിച്ച കുറേ കാര്യങ്ങളാണ് ഇവന്മാർ ഇപ്പോഴത്തെ പുറത്ത് വിടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. തൊപ്പിയുടെ ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളുണ്ട്, അത് വേറെ കാര്യങ്ങൾ. തൊപ്പി പരിപാടികളെല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ അവൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അവൻ നന്മപരം കളിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയായിരുന്നു അന്നത്തെ വീഡിയോയിൽ അവൻ്റെ ക്യാരക്ടർ ഇത്, പിന്നെ അവൻ മുടി വെട്ടാൻ പോകുന്നത് നിഹാദ് എന്നും പറഞ്ഞ് തിരിച്ചു വരുന്നു. അതും അവൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. അവനത്ര നല്ല പിള്ളയൊന്നും അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മീൻസ് ഈ സബ്സ്ക്രൈബേഴ്സിന് നല്ലത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇച്ചിരി ആരാധന കൂടുതലാണ്. ഇവന്മാർ പറയുന്നത് എനിക്കൊരു 80-85% ജെന്യുവനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. അച്ചായൻ്റെ കേസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിലും അന്ന് അവൻ്റെ പൈസ ഉണ്ടായിരുന്നു, അവന് കൊടുക്കാൻ മടിയാഞ്ഞിട്ട് തന്നെയാണ് ഇപ്പം ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അച്ചായനും വന്നിട്ട് ആ സമയത്ത് എന്തോ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചായൻ അത് മാറ്റി പറഞ്ഞു. പിന്നെ ഞാൻ അറിഞ്ഞൊരു തൊപ്പിയുടെ എന്ന് വെച്ചാൽ വേണമെങ്കിൽ തൊപ്പി തന്നെ സ്വന്തം ഇമേജ് തിരിച്ചെടുക്കാൻ വേണ്ടി ഇവന്മാരുമായിട്ട് വേണമെങ്കിൽ പൈസ കൊടുത്തു വേണമെങ്കിൽ ഇവന്മാരെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി തയ്യാറാണെന്ന്, എന്നിട്ട് ഇത് നാളെ സ്ക്രിപ്റ്റാണ് എന്നുള്ള രീതി വരെ വരുത്തിക്കും. ജില്ലാടിയാണ് ആയിരിക്കുന്നത്. അവനെ വലിയേട്ടൻ കളിക്കുന്നെങ്കിൽ അത്ര നന്മപരമൊന്നുമല്ല, എല്ലാം ആണ്. പക്ഷെ ഇവന്മാരൊന്നും പറഞ്ഞില്ലല്ലോ. ആ പറയുന്ന എന്താ പറയുക, അവൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ ഷമീറിൻ്റെ, നമ്മുടെ ബനാന ഷേക്ക് ചെയ്യുന്ന പരിപാടി. അവൻ വന്നിട്ട് പറഞ്ഞില്ലല്ലോ ഇത് ആണ് മറ്റേയാണ് മാടയാണെന്നൊന്നും അവന്മാർ പറഞ്ഞില്ല. അവന്മാരത് സമ്മതിക്കുകയല്ല ചെയ്തത്. അവന്മാർ കറക്റ്റായിട്ട് അത് സമ്മതിച്ച്. ഇവന്മാർ ശുദ്ധന്മാരാ, ഇവന്മാരുള്ളവരങ്ങ് പറയുന്നുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂടുതലും തെളിവുകളോ കാര്യങ്ങളോ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇത്രയും ജെനുവനായിട്ട് അവന്മാർ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ അത് നാളെ മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് തോന്നുന്നവരെന്ന അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കാരണം ഞാൻ കണ്ടതാണ്. അതായത് നിയാദിന്റെ കൂടെ ഇത്രയും നിന്നിട്ടുള്ള ഇവൻ ഡെയിലി ഓരോരോ പൊമ്പിളറാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം ഞാൻ കാണുന്നതും പിന്നെ എന്നോട് പറയും, എടാ ഇങ്ങനെ വീടെല്ലാം വൃത്തിയായി ഇതാക്കണം. കാരണം പണ്ട് വരുന്ന പിന്നെ നീ അധികം പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ, നീ ഉള്ളിൽ തന്നെ ഇരിക്കണം. പിന്നെ ഓൾ എന്നെ കണ്ട ഭയങ്കര ഇതാവും. എല്ലാത്തിനായിട്ട് ക്യൂൻസേന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെല്ലാം പറയുന്നത് ഞാൻ ക്യൂൻസേ പൈസ സെറ്റ് ആക്കി ഞാൻ കൊച്ചിയിൽ ഇങ്ങനെല്ലാം പറയുമ്പോൾ മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് കളമശ്ശേരി എന്നുള്ള വീട്ടിൽ മൊത്തം പൊമ്പിളറും കഞ്ചാവും കള്ളും MDMA-യും. എടാ ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഇവൻ കേസിൽ കൊടുക്കുന്നത്. ആ ബാംഗ്ലൂരിന് ശേഷമാണ് കേസിൽ കൊടുക്കുന്നത്. പ്രൂഫ് മുത്തേ ഇതിന് പ്രൂഫില്ല. പ്രൂഫില്ല. നല്ല കോൺഫിഡൻസോടാണ് ഈ ചെക്കൻ പറയുന്നത്. ഞാൻ ഇവിടെ വെളുപ്പിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല.
ഓക്കെ പറ കേൾക്കട്ടെ. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. 18 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടി അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു, അവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവൻ നിയമത്തോടെ വിളിച്ചു പറയുമ്പോഴത്തേക്കില്ല അവൻ നൈസായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ ആ വീഡിയോയിലോട്ടൊക്കെ വരാം. നിക്ക് എല്ലാ പെമ്പിളും നാളെ വേണമെങ്കിൽ മെസ്സേജ് അയക്കും. കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചെയ്യിപ്പിച്ചത് ഇവനൊക്കെ കല്ലെന്ന് കേസ്, ഇവൻ കല്ലെന്ന്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു പെണ്ണ് അടുത്ത ദിവസം ഏതൊരു പെണ്ണ് ഇവനെ ഇങ്ങനെ എല്ലാം മൊത്തം ചെയ്തിട്ട് എന്നെ വിളിക്കുക ആ റൂമിലേക്ക് എന്നെ വിളിച്ച്. അതായത് ഇവര് ഇത് ചെയ്തോണ്ടിരിക്കല, ചെയ്ത് നിൽക്കുമ്പോ അമ്മ വിളിച്ച്, എടാ ഇനി വേണമെന്ന് പറയും. എന്നോട് അറിയാം അടിച്ചങ്ങ് കിണ്ടിയായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ അടിച്ചാൽ പിന്നെ അങ്ങ് സുൽത്താനാന്ന് വരും. എന്നോട് ഇവൻ പറയാം ഞാൻ പറയാം എടാ നമുക്ക് ഇവളത്ര സുഖം കിട്ടുന്നില്ല. ആ പെണ്ണിന്റെ മുമ്പ്, അതായത് ആ പെണ്ണിന്റെ മുമ്പ് എന്നോട് ഇവൻ പറയാം എനിക്ക് ഇത്ര സുഖം കിട്ടുന്നില്ല. ഇവളെന്താ വിചാരിക്കാം അങ്ങോട്ട് നീ ഒന്ന് ഇതാക്കി തരാം. എന്താ അതിനൊരു ബീച്ച ഒന്ന് നീ ബ്ലോസ് ആക്കി തരാൻ വിളിക്കുന്നു. അത്രയും കുണ്ണയില്ലായ്മയാണ് ഈ കുണ്ണ ചെയ്തത്. അപ്പൊ ആരാ കുണ്ടൻ? അപ്പൊ ഇതെന്നാരാ കുണ്ടൻ? നമ്മളാണോ അത് ഓനാണോ? എടാ ബൈസെക്ഷൻ എടാ തൊപ്പി ഇതിന്റെ അടുത്ത് അങ്ങനത്തെ ഇഷ്യൂ ഒന്നല്ല. അത് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞ ഈ കാര്യം ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. അതായത് ഒരു ഇന്റർവ്യൂവിൽ ആരാ പറഞ്ഞത്? ഫസീന്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞ കാര്യം. ഞാൻ പറഞ്ഞ കാര്യം അതായത് പെണ്ണിന് മുമ്പിൽ വെച്ച് മമ്മൂന വാരിടിപ്പിച്ചു എന്നുള്ള സാധനം അത് പുറലോകം അറിഞ്ഞ കാര്യമാണ്. അതായത് ഫസിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഫസീന്റെ ബോയ് ഫ്രണ്ട് ഇതേപോലത്തെ ഏതൊരു ഇന്റർവ്യൂ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് അല്ലേ, ഇപ്പോഴത്തെ ഞാൻ അതിന് ശേഷമുള്ള ഏത് ബോയ് ഫ്രണ്ട് ഓൻ വന്നിട്ട് ഏത് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം സത്യം. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് നേരത്തെ ചർച്ചയായ വിഷയങ്ങളാണ്. ഇതിപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, തൊപ്പിക്കാണ് ഇവിടെ കൂടുതലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ തൊപ്പി സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, വെളുപ്പിക്കാനും ആൾക്കാരുണ്ട്. ഇന്നലെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കണ്ടപ്പോഴും ഞാൻ അങ്ങ് അതിശയിച്ചു പോയി. നേരത്തെ വീഡിയോ പോലെ അല്ല ഈ പറയുന്ന പിള്ളേർ. അയ്യോ അവന്മാർ കൊണ്ടുവന്നു, അവന്മാർ ഇത് പറഞ്ഞു, മറ്റേത് പറഞ്ഞു, മറിച്ചത് പറഞ്ഞു, ബോംബ് അങ്ങോട്ട് ഏറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവന്മാർ പറയുന്ന കാര്യത്തിന് കുറച്ചൊക്കെ സത്യം ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇന്നലെ തൊപ്പിയുടെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. മെയിൻ വീഡിയോ ഇതാണ് ഗൈസ്. ഓക്കെ, ഡ്രഗ്സ്, ലൈംഗിക ചൂഷണം, ബോസ്കോ, തൊപ്പി ഫയൽസ്, തുഫാൻ കുടുങ്ങുമോ? ഓക്കെ, നമുക്കിനി വീഡിയോട്ട് പോവാം. കാരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്. ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെ മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല പോക്സോ കേസ് ചെയ്ത ആളാണ്. പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോറ്റിയ കുറച്ച് നാളുകൾ. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാർക്ക് ഇത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ചെയ്ത് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇതാണോ 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയിരുന്നു. ഓക്കെ, ആണുങ്ങളായ അടിച്ചു തീർക്കണം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. തൊപ്പി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും തൊപ്പിയുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് തൊപ്പി ഈ ഒരു ലെവലിൽ എത്തിയ ഒരു വ്യക്തി തന്നെയാണ്. അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരം പറയുന്നതാണ്. ഞാൻ ഇലക്ഷന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഈ ലോട്ടറി ഐഡി വെച്ചോളാം. ഞാൻ ഇലക്ഷന് ചേർന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു വീട്ടിൽ വോട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കൊച്ചി ഇറക്കാൻ തൊപ്പിയുടെ വീഡിയോ ഇരുന്ന് കാണുന്നു. അപ്പോൾ അച്ഛൻ വന്നിട്ട് കൊടുത്ത് 2 അടി, നീ ഇനി തൊപ്പിയുടെ വീഡിയോ കാണരുതെന്ന്. അന്ന് അത്രയും ഹെയ്റ്റിൽ കിടന്നൊരു തൊപ്പിയാണ് ഇന്ന് ഈ ഒരു ലെവലിൽ എത്തിയത് തന്നെ. കൂടുതൽ ആ പിള്ളേർക്കും അതിന് നല്ല പങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ അവന്മാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പം വീഡിയോ എടുത്ത് പുറത്തുവിടുകയൊക്കെ ചെയ്ത് അവന്മാരെ ഇത് എക്സ്പോസ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. തിരിച്ച് അവന്മാർ ഡിഫെൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? തിരിച്ച് അതിനുള്ള മറുപടി കൊടുക്കണം. തൊപ്പിക്ക് കൈവിട്ട് പോകുന്നറിയുമ്പോൾ, കാരണം കേസും കാര്യങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം അവന്മാർക്ക് വലിയ ആൾക്കാരൊന്നും കാണത്തില്ലെന്നുള്ള ഒറ്റ ഒരു ഇതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇപ്പോൾ കൂടെ നിൽക്കുന്നത്. അല്ല, പുള്ളിക്കാരൻ ഇപ്പം ഈ ധൈര്യത്തോടെ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തത് മനസ്സിലാവുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഇവൻ ഫേക്കാണ്. ഇവൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. വലിയേട്ടൻ കളിക്കുന്നെങ്കിൽ ഇവൻ അത്ര നല്ല പിള്ളയൊന്നും അല്ല. നേരെ ജയിലിൽ കയറ്റും. അതന്നെ ഡയറക്റ്റ് നേരെ ഇമാരെ ജയിലിൽ കയറ്റാന്നുള്ളതാണ് ഉദ്ദേശം. കാരണം എക്സ്പോസിംഗ് ഒന്നും ഇവർക്ക് ഇതൊക്കെ റീച്ചാണ്. ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാം. ഇതാണ് ഇവരുടെ മൈൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ പോക്സോ കേസ്, അബോർഷൻ കേസാണെന്ന് എനിക്കറിയാം. പക്ഷെ സ്റ്റിൽ സമൂഹത്തിൽ ഒരാളെ നാറ്റിക്കിടങ്ങി ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോൾ, ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുന്നില്ല, പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതൊരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതുമില്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം അബോർഷൻ ചെയ്തെന്ന്. ഒരാളെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രണയിച്ച് റിലേഷൻഷിപ്പിൽ ഇതാക്കി പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കി ഒരാളെങ്കിലും ഇത് വന്നിട്ട് പറഞ്ഞു തരാം.
അവന്മാരുടെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഏതെങ്കിലും പെണ്ണ് വരുമോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും പെണ്ണ് സോഷ്യൽ മീഡിയ വന്നിട്ട് ഇത് സംസാരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുടുംബവും മാനവും ഒക്കെ ഉള്ളവരെ ചെയ്യുമോ? ഈ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇടയ്ക്കൊക്കെ ചാടും, കറങ്ങാനൊക്കെ പോവുകയൊക്കെ ചെയ്യും ബോയ് ഫ്രണ്ടുമായിട്ടൊക്കെ. ഇതുപോലുള്ള വള്ളിയിലൊക്കെ ചെന്ന് പെട്ടെല്ലാം കഴിയുമ്പോൾ ഇവൾമാർക്ക് വീട്ടുകാരോട് പറയാൻ പറ്റും ഇങ്ങനെയുള്ള കേസ് കെട്ടുകളൊക്കെ. നീ അതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല തൊപ്പി. കാരണം ഒരുപാട് പെണ്ണുങ്ങൾ നമുക്കറിയാം. അന്നൊരു പണ്ടൊരു കേസ് കെട്ടുണ്ടായിരുന്നു. എങ്ങനെ ഹോസ്റ്റലിലാണെന്നും പറഞ്ഞ് പോകും. വീട്ടിലമ്മ ഇന്ന ഡേറ്റ് ഞാൻ വരും, അതിന് 2 ദിവസം മുമ്പ് ഇറങ്ങും, എന്നിട്ട് എന്തോ കറങ്ങി നടക്കും, അടിച്ചു പൊളിച്ച് പോവും, തൂർത്തടിക്കുക, അടിച്ചു പൊളിക്കുക, ഇതുപോലെ എവിടെയെങ്കിലും പോയി കറങ്ങുക, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കയറുക. അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ വന്നിട്ട് പറയാൻ പറ്റുമോ? നീ ചിന്തിക്ക്. പൊട്ടന്മാരല്ല. തൊപ്പിയെ പോലൊരു വ്യക്തിക്ക് ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല സിമ്പിളായിട്ട് പറ്റും. ഇവിടെ കുറേ ആൾക്കാർ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നു, മെനഞ്ഞാന്ന് നോക്കുമ്പം ഷമീറിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇന്ന് വീണ്ടും തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഡ്രഗ്സിന്റെ കാര്യം, എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പോ ഡ്രഗ്സ് കയറ്റിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്കത്. എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ? ഇവര് വന്ന മുതലുള്ള പ്ലാൻ ഞാൻ വെച്ച് 3 മാസം മുമ്പാണ് ഇവരെ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ അപ്പൊ നീ അതുപോലെ ചെയ്ത് കൂട്ടി കാണും. ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് സെപ്പറേറ്റ് ചെയ്യാൻ ഡ്രഗ്സിന് എന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ, എന്തെങ്കിലും രീതിയിൽ ഞാൻ കാര്യം പറഞ്ഞില്ല. ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചാൽ ആൾക്കാരുടെ മൂത്തോക്കാർക്ക് മടിയാണ്. ചെറിയൊരു വിഭാഗം ആൾക്കാരെങ്കിലും ഞാൻ അതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോട് പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരുന്ന സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം തെളിയണം, പുറത്തു വരണം. ഓക്കെ, ഇവന്മാര് ജയിലിൽ കയറണം. ഈ ഒരു തെളിവില്ലാണ്ട് ഡിഫമേഷൻ മാത്രമല്ല, ക്രിമിനൽ കേസുകൾ അനുമാനം ഡ്രഗ് എടുക്കുന്ന വീഡിയോ എടുത്ത് ഇത് തൊപ്പി വെച്ചാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്റേതാവും? ഇങ്ങനെയാണ് ഒരു ഡ്രഗ് എവിഡൻസ് ഉണ്ടാക്കല്? ഞാൻ ഡ്രഗ് അടിക്കുന്നത് കളിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം. ഇവര് കഞ്ചാവ് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അൽമാരിൽ നിന്ന് കഞ്ചാവ് എടുക്കുന്നതായിട്ട് ഞാൻ അങ്ങനെ കഞ്ചാവ് അടിയാവും. ഇതേപോലെ തന്നെ ബോക്സ് ഏതോ പെണ്ണുങ്ങളെ ഞാൻ പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് ഏതൊരു പെണ്ണു എന്ന് പറയട്ടല്ലോ, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ, എന്തെങ്കിലും പരാതി ഉണ്ട്, ആരെങ്കിലും പരാതി, ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞാൽ എന്നെ കുറിച്ച് ഒരു പെണ്ണ്. എന്റെ തൊപ്പി, ഒരു ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, ഒരു പെണ്ണിന് വന്ന് പറയാൻ പറ്റത്തില്ല തൊപ്പിക്കെതിരെ. പറഞ്ഞാൽ ആ പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്ന് ആലോചിച്ച് നോക്കും. തൊപ്പിയുടെ കേസ് കിട്ടാകുമ്പോൾ ലോകം മൊത്തം അറിയും, അതും അതിന്റെ ഫാമിലി കുടുംബമൊക്കെ. ചിന്തിക്ക് തൊപ്പി, നീ ആൾക്കാരെ വേറെ മണ്ടരാക്കരുത്. ചിലപ്പോൾ 2K കിഡ്സിലെ ചില മണ്ടന്മാര് വീഴുമായിരിക്കും, പക്ഷെ നമ്മൾ വീഴൂല. ഞാനൊരു കാര്യം പറയാം ഗൈസ്, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. ആ ഒരു കോൺഫിഡൻസിലാണ് ഈ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മണ്ടന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അന്ന് ആ ഷമീറിന്റെ ലൈവിൽ തന്നെ ഞാൻ കുറേ പ്രൂഫ് അതൊക്കെ ലൈവായിട്ട് കാണിച്ചത് പോലും അത് ഫേക്ക് ആണെന്ന് പറഞ്ഞ ടീംസിനോട് പിന്നെ നമ്മൾ എന്തോ പറയാനാ, കുറെ അന്ത ഫാൻസുകാരുണ്ട്. ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണേഴ്സ് വന്നാൽ എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരും ഒരു പരാതിയും കൊണ്ടുപോകാം എനിക്കെതിരെ. ഈ ലോകത്തിൽ ഇന്നത്തെ കാലത്ത് ഒരാളെ നായിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചാണ് വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലായോ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങളെ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാരെ വിശ്വസിച്ചിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു നിൽക്കാം, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു നിൽക്കാം. ഞാൻ പറയാ, അയ്യോ പുണ്യാളാ, നമ്മളത്ര മണ്ടന്മാരൊന്നുമല്ല. ഇത് കാണുന്നവർക്ക് അരിയാഹാരം കഴിക്കുന്ന അറിയാൻ തൊപ്പി, അരിയാഹാരം കഴിക്കുന്നവർക്ക് നല്ല രീതി അറിയാം. അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിൽ. എനിക്ക് വേണമെങ്കിൽ ഒരു ലൈവ് ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ മോളുടെ വരെ നാട്ടിക്കാം. എന്തിന്റെ ആവശ്യം? നാളെ വന്നിട്ട് അവർ പറയും അതൊന്നും അല്ല എന്നിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് ഞാനും കൊന്നോ അല്ലെങ്കിൽ വേറെ എന്തായി ഈ പീഡനും മയക്കുമരുന്നും കൊലപാതകം കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ നിങ്ങൾ ആലോചിക്കും? ആ സാധനത്തിന്റെ അടുത്ത് വരുന്നത് നോക്കിക്കോ. അടുത്ത എന്താ നിങ്ങൾ ആലോചിക്കും? ആ സാധനത്തിന്റെ അടുത്ത് പറഞ്ഞു വരും. ഓക്കെ, ഇത് പറഞ്ഞാൽ ലീഗലി മൂവ് ചെയ്യേണ്ട സാധനമാണ്, ജയിലിൽ കയറേണ്ട സംഭവമാണ്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ മൂവ് ചെയ്യാൻ പോയത്. ഓക്കെ, ഇത്ര കാര്യം പറയാൻ പറഞ്ഞു. ഡിഫമേഷൻ കേസ് ഞാൻ എന്തായാലും ക്രിമിനൽ കേസ് ഞാൻ ജയിക്കും. ഡിഫമേഷൻ കേസ് ജയിച്ചാൽ കിട്ടുന്ന പൈസ 10 വയസ്സ് 9 വയസ്സ് ഞാൻ തൊടില്ല. അർഹതപ്പെട്ടവർക്ക് രോഗികൾക്ക് അനാഥകൾക്ക് അത് കൊടുക്കും. ഓക്കെ, ബാക്കി നന്മപരമേ. എടാ, നീ ഓരോ ചാരിറ്റിക്കും നമുക്കറിയാം അതിന്റെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നിനക്ക് നിന്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമാണ്. നമുക്കറിയാവുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്,
ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ അത് ചാരിറ്റി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അറിയത്തില്ല, പ്രത്യേകിച്ച് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ചങ്കുണ്ട്, അവൻ്റെ പേര് പറയുന്ന ഇഷ്ടമൊന്നുമല്ല. ഞാൻ ദിവസം അവൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളപ്പോഴും പറഞ്ഞിട്ട് പ്ലീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുകയൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് അവൻ കൊടുക്കുന്നതും ഒക്കെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, പക്ഷെ നിന്റെ ചാരിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ അറിയാം നീ ഇച്ചിരി നന്മപിള്ള കളിക്കുന്നുണ്ട് നല്ല രീതിയിലാണ്. കാരണം അന്ന് നിന്നെ ഹേറ്റ് ആക്കിയ ആൾക്കാർ ഇപ്പം നിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അവരെ പിന്നെ ഹേറ്റ് ആക്കാൻ നിനക്ക് ചെറിയൊരു മടി. നീ ഇപ്പം അഭിനയിക്കുക മോനെ, നല്ല രീതിയിൽ നീ അഭിനയിക്കുക. ഇനി ആ ലീഗൽ ഫൈറ്റിനെ ഇത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അടുത്ത ആള് കോപ്പിറൈറ്റ് കിട്ടിയത് ഹനാൻഷ കോപ്പിറൈറ്റ് അടിച്ചതാണ്. പക്ഷെ അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിപ്പോ ഹനാൻഷാന്റെ ആ കസിന്റെ എല്ലാവരും കണ്ടു കാണുമല്ലോ ആ ഒരു കാര്യം, ആ വോയിസ്. അതുപോലെ ലോകം മൊത്തം അതിനെക്കുറിച്ച് ചർച്ചാ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികം അവൻ അടിച്ചില്ലെങ്കിലുള്ള അതിശയം അത് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റും മോനെ. നല്ല പണി അറിയാവുന്നവൻ്റെയൊക്കെ സ്ട്രൈക്ക് അടിച്ചാലും അത് തിരിച്ചടിക്കും. 14 ദിവസത്തിലുള്ള ആ വീഡിയോ തിരിച്ചു വരും, പണി അറിയാവുന്നവൻ്റെ കയ്യിലാണെങ്കിൽ. എന്തായാലും മിക്കവാറും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോകും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ എന്തായാലും പോകും. ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനൽ എന്തായാലും പോകും. പിന്നെ ജാസിന്റെ ഇൻസ്റ്റ പോയി, അവൻ്റെ യൂട്യൂബ് ചാനൽ പോയി, മമ്മൂൻ്റെ പോയി, എല്ലാവരും ഇതൊക്കെ പോയി, മനസ്സിലാവും. അപ്പം എൻ്റെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും പോകുക. പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഉറങ്ങാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ. ടെൻഷൻ. നമ്മൾ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുത്തു. അതായത് നന്മപരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിന്റെ കാര്യങ്ങൾ നമ്മൾ തുറന്നടിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് നമ്മൾ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈസയും പവറും ഇതുള്ള ആളെ തെറ്റുകൾ എന്തെല്ലാന്നോ അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ചെയ്ത തെറ്റ്, മനസ്സിലാവും. ഇന്നലത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം. അതിലെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിത്ത് പ്രൂഫ്, വീഡിയോ അടക്കം ഇവനെന്താണ്, ഇവന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് സ്വഭാവം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്നത് മൊത്തം നെഗറ്റീവും കാര്യങ്ങളും മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിപ്പം പേഴ്സണലി ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും. ഫാമിലിയിൽ അവർക്ക് സത്യം അറിയാം, അതുകൊണ്ട് അവർ കൂടെ ഉണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ മൊത്തത്തില് പ്രശ്നമാണ്, മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് മര്യാദയ്ക്കും കണ്ടൊക്കെ നോക്ക്, ജീവിക്കാൻ നോക്ക്. നല്ല ശമ്പളമുള്ള ഒരുത്തനായിരുന്നു, 8 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് വന്ന പറഞ്ഞിട്ട് കാര്യമില്ല. പോയപ്പോൾ ആർക്ക് പോയി? നിനക്ക് നിന്റെ കുടുംബത്തിനും പോയി. അവർക്കൊക്കെ ഇറങ്ങി നടക്കട്ടെയാണ് മോൻ്റെ. ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. മോനെ നിന്റെ ബോധം ഉണ്ടോ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ. അവൻ എന്തൊക്കെ തോന്നിയ ദിവസം കാണിച്ചു അതിനെല്ലാം കൂട്ടുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം നിനക്കും ഉണ്ട് കുറേ കാര്യങ്ങൾക്കൊക്കെ പങ്ക്. ഓക്കെ, ഞാൻ കൂടുതൽ ഇനി വിവരിക്കുന്നില്ല. ഗൈസ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.